ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഒരു റീല് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സുകാരുടെ കൂടെയുള്ള ഒരു ട്രിപ്പ്, ആ ഒരു മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2-3 പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഈ ഫ്രണ്ട്സ് ഇപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടോ, ഈ ഫ്രണ്ട്സിനായിട്ട് നീ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ടോ, ഇവരൊക്കെ UAE തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും ഇതേപോലെ കിട്ടിക്കോളണമെന്നില്ല, ഇതേപോലെ ഒന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ട് അവർ നടന്നോളണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനെ പറ്റി എൻ്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ചവർ UAEയിലുണ്ട്, +1 +2 പഠിച്ചവർ UAEയിലുണ്ട്, അതേപോലെ എൻ്റെ ബാംഗ്ലൂരിൽ പഠിച്ചവർ, എൻ്റെ റൂംമേറ്റ്സ് പകുതി മുക്കാൽ പേരും ഇവിടെ UAEയിലുണ്ട്. അപ്പോൾ അവരായിട്ട് എല്ലാ കാലവും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷേ ഇങ്ങനൊരു മൊമെൻ്റ് വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടി പഴയ ഒരു മൊമെൻ്റ്, പഴയ ഒരു ഫ്രണ്ട്സിൻ്റെ വൈബ്, പഴയ കാര്യങ്ങൾ, പാസ്റ്റിലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, റിമൈൻഡ് ചെയ്യുക, മൊമെൻറ്റ്സ് ഒന്നുകൂടി അങ്ങനെ നമ്മൾ ആ പഴയ ഒരു മൂഡിലേക്ക് പോകും. 10ാം ക്ലാസ്സുകാർ കൂടെങ്കിൽ നമ്മൾ പഴയ 10ാം ക്ലാസ്സുകാരനാവും, +1 +2 ആണെങ്കിൽ പഴയ +1 +2കാരനാവും, അതേപോലെ സെയിം ടു ബാംഗ്ലൂർ, പഴയ ബാംഗ്ലൂരുകാരനാവും. അപ്പോൾ ഇതെല്ലാം ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയ ഒരു ഘടകങ്ങളാണ്. ഇങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഒത്തുകൂടുക, അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് വെക്കുക, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരുമിച്ച് ട്രിപ്പ് പോവുക. ഇത് ചിലപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാവരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കൂടെ പോവുക, അവരായിട്ട് ഒന്നിച്ചൊരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ലൈഫിൽ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ്. അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് എല്ലാവരായിട്ടൊന്ന് കാണാനോ സംസാരിക്കാനോ ശ്രമിക്കുക, ആ ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ഫ്ലൈറ്റ് ടൈം. അപ്പോൾ ബൈ.